ശരത്തിന്റെ കൈയൊടിച്ചതിന്റെ പേരിൽ രേവതി സച്ചിയോട് അകന്നു നിൽക്കുന്നതോടെ സച്ചിക്കാകെ വിഷമമാകുന്നു. തുടർന്ന് രേവതി ഇങ്ങനെ അകന്നു നിൽക്കുന്നത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് മഹേഷിനോട് പറഞ്ഞ് സച്ചി സങ്കടപ്പെടുകയും മഹേഷിനെ കൊണ്ട് ബാറിൽ പോയി കുടിക്കുകയും ചെയ്യുന്നു. ശേഷം സച്ചിയുടെ വിഷമം കണ്ട് സഹിക്കാനാവാത്ത മഹേഷ് രേവതിയെ നേരിട്ട് കാണുകയും ശരത്ത് ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ച വിവരവും അതിന്റെ CCTV ദൃശ്യങ്ങൾ സച്ചിയുടെ കയ്യിലുള്ള വിവരവും രേവതിയോട് പറയുന്നു. ഇത് കേട്ട് രേവതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് അതിന്റെ പേരിലാണ് സച്ചി ശരത്തിനെ തല്ലിയതെന്ന് മഹേഷ് പറയുന്നതോടെ സച്ചിയെ കുറ്റപ്പെടുത്തിയതോർത്തും വിഷമിപ്പിച്ചതോർത്തും രേവതിയുടെ കണ്ണുകൾ നിറയുന്നു. തുടർന്ന് വീട്ടിലെത്തുന്ന രേവതി ശരത്തിനെ തല്ലുകയും ലക്ഷ്മിയമ്മയോടും ദേവുവിനോടും നടന്നെല്ലാം പറയുകയും ചെയ്യുന്നതോടെ ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും ആകെ വിഷമമാകുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന രേവതി സത്യങ്ങളെല്ലാം മറച്ചുവെച്ചതിന് സച്ചിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതെല്ലാം അറിഞ്ഞാൽ നിനക്കും അമ്മയ്ക്കും ദേവുവിനും അത് സഹിക്കാനാവില്ലെന്നോർത്താണ് ഞാനിതൊന്നും പറയാതിരുന്നതെന്ന് സച്ചി പറയുന്നു. തുടർന്ന് സച്ചിയോട് മാപ്പ് പറയുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.